ശരത്തെ കേരളത്തിൽ നടക്കിയ ഒരു സംഭവമായിരുന്നു വെഞ്ഞാറമൂട് നടന്ന കൂട്ടക്കൊലപാതകം. അതിലെ പ്രതിയായ അഫാൻ കഴിഞ്ഞ ദിവസം വരുന്ന വാർത്തയാണ് അഫാൻ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതെന്ന്. നമ്മൾ അന്ന് തന്നെ അറിഞ്ഞതാണ് അഫാൻ കുടുംബാംഗങ്ങളെല്ലാം കൊലപ്പെടുത്തിയതിനു ശേഷം സ്വയം മരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതിന് വേണ്ട ഒരു സമയം കിട്ടിയില്ല, ആരോഗ്യമുണ്ടായിരുന്നില്ല. എല്ലാവരും ഈ കൂട്ടക്കൊല നടത്തിയതിന് ശേഷം അഫാൻ വളരെ തകർന്നു പോയിരുന്നു, അല്ലെങ്കിൽ ക്ഷീണിതനായിരുന്നു. അതുകൊണ്ട് സ്വയം ആത്മഹത്യ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അഫാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുന്നത്. ഇപ്പോൾ ജയിലിൽ അഫാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അഫാൻ ഇങ്ങനെ ഒരു ആത്മഹത്യാ ടെൻഡൻസി ഉള്ള ഒരു വ്യക്തിയായിട്ട് കൂടി അദ്ദേഹത്തിനെ ഇങ്ങനെ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് കൃത്യമായ സുരക്ഷാ വീഴ്ച തന്നെയല്ലേ? ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല, അഫാൻ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ട് ഒരു ഉദ്യോഗസ്ഥൻ പോയി അഫാനെ പിടിച്ച് മറ്റ് ജയിൽ പുള്ളികളെ എല്ലാം കൊണ്ട് അഫാനെ രക്ഷിച്ച് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അഫാൻ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് എന്ന് അഫാൻ തന്നെ പറഞ്ഞു. അഫാൻ മരിക്കാൻ ശ്രമിച്ചതാണെന്ന് അഫാൻ തന്നെ നേരിട്ട് പറയുന്നു. അഫാൻ അങ്ങനെയുള്ള പല വൈകൃതങ്ങളും കാണിക്കുന്നു. അപ്പോൾ ഇവിടെ കൃത്യമായ സുരക്ഷാ വീഴ്ച തന്നെയല്ലേ ഉണ്ടായിട്ടുള്ളത്? കാരണം അഫാൻ്റെ മാനസിക നില ശരിയല്ല എന്നാണ് പൊതുവെ വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ അഫാനെ നിരീക്ഷിക്കാൻ കൃത്യമായ ഒരു ഉദ്യോഗസ്ഥൻ വേണ്ടതല്ലേ? ഇവിടെ സുരക്ഷാ വീഴ്ച തന്നെയല്ലേ ഉണ്ടായിട്ടുള്ളത്? ഇവിടെ നമുക്ക് അഫാന്റെ കാര്യം പറയും മുൻപ് തന്നെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കുറേ ചർച്ചകൾ വന്നിട്ടുണ്ട്. അഫാനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അയാൾ മരണം അർഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ചർച്ച ചെയ്യണം. കാരണം അത്രയും വൈകാരികമായിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ടാണ് നമ്മൾ കണക്കിലെടുത്തത്. കാരണം സ്വന്തം അനിയനെ, തൻ്റെ ഇളയ അനുജൻ, അതുപോലെ തന്നെ സ്വന്തം അമ്മുമ്മ, അതുപോലെ തന്നെ കാമുകി, ഇവരെല്ലാം തന്നെ അതീവ ബ്രൂട്ടലായിട്ടാണ് കൊലപ്പെടുത്തിയത്. അതും നമ്മൾ കേട്ടാൽ തന്നെ അറയ്ക്കും. നമുക്കതിനെ വീണ്ടും ഒരു ചർച്ച ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വാർത്തകളായിരുന്നു നമ്മൾ കേട്ടത്. അതുകൊണ്ട് തന്നെ ആ അഫാനോട് സ്വന്തം അച്ഛന് പോലും ഇപ്പം എന്തു പറയാനാണ്, ഒരു ഇതില്ലാത്ത അവസ്ഥയാണ്. അവൻ എന്തോ ചെയ്യട്ടെ എന്നുള്ള രീതിയാണ് ഇതിന് പിന്നാലെ പറയുന്നത്. അപ്പം തന്നെ ആലോചിച്ച് നോക്കുക കേരളം എത്രത്തോളമാണ് അഫാനെ കണ്ടിരിക്കുന്നത് എന്നത്. സ്വാഭാവികമായിട്ടും അപ്പോൾ എല്ലാവരും പറയുന്നത് അഫാൻ അങ്ങനെ തന്നെ വേണം, ഇങ്ങനെ തന്നെ വേണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അഫാന് എന്ത് പറയാനാണ്, മരണം അർഹിക്കുന്നു എന്നുള്ള രീതിയിൽ അവൻ ചാകണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏറ്റവും വലിയ ശിക്ഷയല്ലേ ഇപ്പോൾ അഫാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മരണം ഒരു താൽക്കാലിക രക്ഷപ്പെടൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പെർമനന്റ് രക്ഷപ്പെടലാണെന്ന് പറയാം. ഇപ്പം നേരത്തെ പറയാം, ഇതൊക്കെ കണ്ട് അനുഭവിക്കുക, അനുജന്റെ ഓർമ്മകൾ അലട്ടിക്കൊണ്ടിരിക്കുക, ഇതെല്ലാമായിരിക്കും ഒരു പക്ഷേ അഫാനെ ആത്മഹത്യയിലേക്ക് ആ ഒരു പ്രേരണയിലേക്ക് തള്ളിവിട്ടത്. അന്ന് മദ്യത്തിന്റെ ആലസ്യമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പല തീരുമാനങ്ങളും അഫാനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാതെ. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ ഇതൊക്കെ വല്ലാത്ത രീതിയിൽ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന രീതിയിലേക്ക് പോയി കാണും. മാനസികമായിട്ട് തകർന്ന നില വന്നിരിക്കുന്ന അവസ്ഥയായിരിക്കും ഇപ്പോൾ അഫാന്റെ ഒരു നില. ആ ഒരു ഇതിലായിരിക്കും. അതുകൊണ്ടായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരണത്തെക്കാൾ വലിയ ശിക്ഷയാണ് അഫാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള വാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാദം പറയുന്നതനുസരിച്ച് ഇതിൽ എത്രത്തോളം ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജയിലിൽ പോകുന്ന, അതായത് ഇതുപോലെ ജയിലിൽ കടക്കുന്ന ആളുകളെ കാത്തിരിക്കുന്നത് അതീവ ക്രൂരമായ ശിക്ഷാ നടപടികളായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പം അത് പറച്ചിലുകളാണ്. അതായത് ഇപ്പോൾ പീഡനത്തിനിടെ ഒരു കൊച്ചുകുട്ടിയെ പീഡിപ്പിച്ചിട്ട് ഒരാൾ വരികയാണെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അവിടുത്തെ ജയിൽ പുള്ളികൾ തന്നെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. പോലീസുകാർ ചിലപ്പോൾ കണ്ണടച്ചെന്ന് വരും. ആ രീതിയിലേക്ക് ഇത്രയും വലിയ, നമുക്കറിയാം ഇതിനകത്ത് കുട്ടിയെ വരുന്നുണ്ട്, അങ്ങനെ മൃഗീയമായിട്ടാണ് കൊലപ്പെടുത്തിയത്. ആ രീതിയിൽ വന്നുകൊണ്ട് തന്നെ ആ രീതിയിൽ ചർച്ച വരുന്നുണ്ട്. ഇത് തടവുപുള്ളികൾ ചെയ്തതാണോ, ഇനി പോലീസുകാർ അവരുടെ അറിവോടെ ആയിരിക്കുമോ? അതൊക്കെ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ മാത്രമാണ്. നമ്മളതിനകത്ത് വസ്തുതയില്ലാതെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. എന്നാൽ പോലും ആ രീതിയിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെ അഫാനെ ചുറ്റിപ്പറ്റി നമ്മൾ കുറേ കാലം അഫാൻ ഇപ്പോൾ ജയിലിലായതിനു ശേഷം എന്താണ് അഫാനെ ചുറ്റിപ്പറ്റി നടക്കുന്നതെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഇനി അതിനകത്ത് കുറ്റപത്രം സമർപ്പിക്കണം, അതിനനുസരിച്ച് കൂടുതൽ അന്വേഷണം നടക്കണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സൽമാ ബീവിയുടെ, അതായത് അഫാന്റെ അമ്മുമ്മയുടെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുറ്റപത്രം മാത്രമേ സമർപ്പിച്ചിട്ടുള്ളൂ. ഇനി കൂടുതൽ അന്വേഷണം നടക്കണം. അങ്ങനെ ഒരു വാദങ്ങൾ കോടതിയിൽ നടക്കണം. അതിനുശേഷം മാത്രമായിരിക്കും ഇനി അഫാൻ ഒരു അന്തിമ വിധി എത്തുകയുള്ളൂ. അപ്പോൾ ഈ കാലയളവിനുള്ളിൽ തന്നെ ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത എത്തിയിരിക്കുന്നു. അഫാന് എന്താണ് വേണ്ടതെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ 2 തരത്തിലുള്ള വാദങ്ങൾ നടക്കുന്നത്. എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇപ്പം നിയമം അനുശാസിക്കുന്ന എല്ലാ ശിക്ഷകളും അഫാൻ അനുഭവിച്ച് തന്നെ തീരണം. അതായിരിക്കും അയാൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പലതരത്തിൽ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് അഫാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൂങ്ങിയതിന് പിന്നാലെ മരിക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ നിയമത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ മാധ്യമപ്രവർത്തകരുടെ രീതിയിൽ നമ്മൾ കൂടി നിലകൊള്ളേണ്ടത്.